ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ടു റിയൽ ടോക്കിക് സുമിത്ത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ വീഡിയോ കാണണം. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തും ആയിക്കോട്ടെ, അതിപ്പോൾ നെഗറ്റീവ്, പോസിറ്റീവ്, അതേപോലെ തന്നെ തെറിവിളി, എന്ത് കാര്യങ്ങളായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് മെൻഷൻ ചെയ്യുക. വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് ചെയ്യാനും ഈ വീഡിയോ കുറേ ആൾക്കാർക്ക് ഷെയർ ചെയ്ത് ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ വന്നിരിക്കുന്നത് ഒരു 5-6 പ്രൊജക്റ്റിൻ്റെ അപ്ഡേറ്റുകളാണ്. പെട്ടെന്ന് തന്നെ പറഞ്ഞിട്ട് പോകും. അപ്പോൾ ഫസ്റ്റ് പ്രൊജക്റ്റ് ഏതാണെന്ന് പറഞ്ഞാൽ നമ്മുടെ വെർട്ടസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ്, അതേപോലെ തന്നെ ഡബ്ല്യു കോയിൻ, സീഡ്, നോട്ട് പേൻ്റെ എപ്പോഴാണ് ലിസ്റ്റിംഗ് ഡേറ്റ്, അതേപോലെ തന്നെ സിഗ്മ എന്ന് പറയുന്ന ഒരു ന്യൂ പ്രൊജക്റ്റും, അതേപോലെ തന്നെ UXUY എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റിനെ പറ്റിയിട്ടായിരിക്കും ഇന്ന് സംസാരിക്കുക. ഷോർട്ട് വീഡിയോ ആയിരിക്കും, എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. വീഡിയോ മസ്റ്റ് ആയിട്ട് ഫുള്ളായിട്ട് എന്തായാലും കാണാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഏതിലേക്ക് പോകാം? നമ്മുടെ വെർട്ടസിൻ്റെ അപ്ഡേറ്റിലേക്ക് പോകാം. വെർട്ടക്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് എപ്പോഴാണ് ലിസ്റ്റ് ആവാൻ പോകുന്നത്? ഒഫീഷ്യലി ആയിട്ട് അവർ അനൗൺസ്മെൻറ്റ് ചെയ്താണ്. ആൾറെഡി തന്നെ ഇതിങ്ങനെ അനൗൺസ്മെൻറ്റ് ചെയ്തിട്ട് ഒരിക്കൽ മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ ഇപ്പോൾ ഇവർ അനൗൺസ്മെൻറ്റ് ചെയ്തിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് ജനുവരി 12 വെർട്ടസ് അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ ഏത് എക്സ്ചേഞ്ചിലാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ ബിറ്റ്ഗെറ്റിൽ തന്നെയായിരിക്കും വരിക. എന്താ കാര്യമെന്ന് പറഞ്ഞാൽ ബിറ്റ്ഗെറ്റിൽ അതിൻ്റെ പ്രീ മാർക്കറ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ജാനുവരി 12 നമുക്ക് വെർട്ടക്സ് എന്താണ് ലിസ്റ്റ് ആവാൻ പോവുകയാണ്. അപ്പോൾ ഇതുവരെ കയറാത്ത ആൾക്കാരാണെങ്കിൽ കുറച്ചെങ്കിലും കയറിയിട്ട് കുറച്ച് പൈസയെങ്കിലും ഉണ്ടാക്കിക്കുക. എന്താണെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ നല്ല പ്രോഫിറ്റ് തരാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റാണ് വെർട്ടസ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ്. ഇനി നമുക്ക് അടുത്ത് പറയാൻ പോകുന്നത് നമ്മുടെ ഡബ്ല്യു കോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റാണ്. ഈ ഡബ്ല്യു കോയിനിൽ റീസെൻ്റ്ലി കുറേ ആൾക്കാർക്ക് കുറേ ഡൗട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഡൗട്ടുകൾ നമുക്ക് ഒന്ന് ക്ലിയർ ചെയ്യാം. ഈ ഡബ്ല്യു കോയിനിൽ ഇപ്പോൾ WAI എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻറ്റ്, എന്താണ് അങ്ങനെ ഒരു സംഭവം അവിടെ തന്നിട്ടുള്ളത്? ഇതുവരെ ഒരു അപ്ഡേറ്റും അവർ തന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ റീസെൻ്റ്ലി അവർ അതിൻ്റെ ഒരു അപ്ഡേറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ WAI ക്വസ്റ്റ്യൻസ് വിത്തൗട്ട് ആൻസർ ഫോർ നൗ. അപ്പോൾ ഇപ്പോൾ എന്താണ്, ഇപ്പോഴും ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് ആൻസർ ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ നല്ല രീതിയിൽ തന്നെ ഇതൊരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആവാം എന്നുള്ളൊരു കാര്യമാണ് അവർ പറഞ്ഞത്. മേറ്റ്സ് മെനി യു ഹാവ് ആസ്കിൻ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് WAI, വൈ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. വൈൽ ദ ഫുൾ പിക്ചർ റിമെയിൻ മിസ്റ്ററി, ഹിയർ ഈസ് വാട്ട് വി ക്യാൻ ഷെയർ. അപ്പോൾ അതിൻ്റെ ഫുള്ളായിട്ടൊരു ഡീറ്റെയിൽ ഒന്നും ഞങ്ങൾക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല. പക്ഷേ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ചോദിച്ച കാരണം ചെറിയൊരു കാര്യം വേണമെങ്കിൽ പറഞ്ഞുതരാം. ക്രിട്ടിക്കൽ ഫോർ ദ എയർ ഡ്രോപ്പ്, ആക്റ്റീവ് WAI യൂസേഴ്സ് വിൽ ഫുൾഫിൽ വൺ ഓഫ് ദ കീ കണ്ടീഷൻ ഫോർ ദ അപ്കമിങ് ഡബ്ല്യു കോയിൻ എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഡബ്ല്യു കോയിൻ ലിസ്റ്റ് ആവാൻ പോകുന്നത് ജനുവരി 25 അപ്പോൾ അതിൽ മേജറായിട്ട് പുതിയതൊരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇപ്പോൾ ഈ WAI എന്ന് പറഞ്ഞിട്ടുള്ള കോയിനാണ് അവർ പറയുന്നത്. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ തന്നെ അതും നിങ്ങൾ ഫാം ചെയ്തെടുക്കുക. ഫാം ചെയ്തില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ അലോക്കേഷൻ കിട്ടില്ല. ഒരുപാട് പൈസ ഇടേണ്ട കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്കിതിൽ എടുത്താലും ഈ കീസ് മേടിച്ച് ടിക്കറ്റ് മേടിച്ചാലും നമുക്ക് പെട്ടെന്ന് പോയിന്റ്സ് കൂട്ടാൻ പറ്റും. ഈ WAIൻ്റെ ഫാമിങ്ങും കൂട്ടാനും പൈസ കൊടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് കൂട്ടാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാ കാര്യങ്ങളും നിങ്ങളുടെ പൈസയാണ് ഒക്കെ നോക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നിങ്ങൾ പൈസ ഇടുകയൊക്കെ ചെയ്യുക. നിങ്ങളുടെ അക്കൗണ്ട് അത്രത്തോളം വർത്താണെങ്കിൽ മാത്രം നിങ്ങൾ ചെറിയൊരു പൈസ ഇട്ടാൽ മതി. ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല. ഇപ്പോൾ ഈ ടോമിയിലൊക്കെ നമ്മൾ കണ്ടാണല്ലോ, വലിയ വലിയ പ്രൊജക്റ്റുകളൊക്കെ നമുക്ക് സാധാരണക്കാരായ ആൾക്കാർക്ക് മേ ബി ഒന്നും കിട്ടാതെ ആവും. മേ ബി ഇൻഫ്ലുവൻസേഴ്സിന് വേണമെങ്കിൽ ഈ പൈസ ഇട്ടാൽ എന്തെങ്കിലും കിട്ടും. ടോമിയിൽ അത് കിട്ടിയിട്ടില്ല, പക്ഷേ നമുക്ക് ഇതിലൊക്കെ അങ്ങനെ കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ സാധാരണക്കാരായ ആൾക്കാർ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ഒരു പോയിന്റ്സ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, WAI കോയിൻസ് എടുക്കുക. ഈ WAI കോയിൻസ് എവിടെയാണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെയുള്ള ഇൻ്റർഫേസ് വരുമ്പോൾ ഇവിടെ WAI എന്ന് പറഞ്ഞ ഓപ്ഷൻ താഴെ കിടക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഓരോ ഇത്രത്തോളം മണിക്കൂർ, ഇല്ലെങ്കിൽ 24 hours ആയിക്കോട്ടെ, 8 മണിക്കൂർ, അങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത്. ആ മണിക്കൂറിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിങ്ങനെ ഫാം ചെയ്തെടുക്കാം. ഇവിടെ കൂടുതലായിട്ട് നേരത്തേക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് റെഫറലാണ് വേണ്ടത്. റെഫറൽ ഉണ്ടെങ്കിലാണ് നമുക്ക് എന്ത് പറ്റുള്ളൂ, ഇവിടെ പെട്ടെന്ന് കൂടുതലുള്ള ഈ അപ്ഗ്രേഡേഷൻ ഇല്ലെങ്കിൽ അതൊക്കെ അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ. ലെവൽ 12, ഞാൻ ഇപ്പോൾ ഇവിടെ ലെവൽ 11, ലെവൽ 13, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, സ്ക്രിപ്റ്റൊക്കെ ഉപയോഗിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ട്രില്യണും സംതിങ് ഒക്കെ 222 ഒക്കെ ഞാൻ എൻ്റെ ഗ്രൂപ്പ് ചാനലിൽ കണ്ടു. നിങ്ങൾക്കൊന്നും ബാൻ കിട്ടാതെ ഇരിക്കട്ടെ. നമുക്ക് നല്ല രീതിയിൽ കളിച്ച ആൾക്കാരാണെങ്കിൽ ചെറിയ തോതിൽ തന്നെയാണ് ഈ ഒരു ഇതൊക്കെ കിട്ടുള്ളൂ. പിന്നെ പൈസ കൊടുക്കണം. പൈസ കൊടുത്ത് എല്ലാ കാര്യങ്ങളും അവൻ്റെ ടെലിഗ്രാം ബോർഡിൽ ഇപ്പോൾ നിങ്ങൾ സ്റ്റാർ ആണോ കൊടുത്ത്, അതേപോലെ തന്നെ നമുക്ക് ടോൺ ആണോ കൊടുത്തത്, എല്ലാ കാര്യങ്ങളും അവൻ്റെ ടെലിഗ്രാം ബോട്ടിൻ്റെ താഴെ നമുക്ക് ഇന്ന അക്കൗണ്ടിൽ കൊടുത്തു എന്നാറ് കാണും. അപ്പോൾ അതൊക്കെ അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ഡ്രോപ്പ് കിട്ടുക. അപ്പോൾ നിങ്ങൾ വല്ല കള്ളത്തരമൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതലും ഒന്നും കിട്ടാനൊന്നും പോകുന്നില്ല എന്ന് മനസ്സിലാക്കുക. അങ്ങനെയും നിങ്ങൾക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തായാലും ലക്കുള്ള ഒരാളാണ്. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത് നമ്മുടെ നോട്ട് പേ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് എപ്പോഴാണ് ലിസ്റ്റ് ആവുക എന്നാണ് കുറേ പേർക്ക് ഡൗട്ട്. അപ്പോൾ എപ്പോഴാണ് ലിസ്റ്റ് ആവുക എന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇതും അവർ ഒഫീഷ്യലായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവർ ഒഫീഷ്യലായിട്ട് തന്നെയാണ് അവരുടെ ഒരു ഇതിൽ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്തായാലും ജനുവരി
14 തീയതിയാണ് നമ്മുടെ ഈ നോട്ട് പേ എന്ന് പറയുന്ന NC എന്ന് പറയുന്ന ടോക്കൺ ലൈവ് ട്രേഡിങ്ങിലേക്ക് വരുന്നത്. അപ്പോൾ അതിനു മുമ്പ് തന്നെ നമുക്ക് എന്ത് കാണാൻ പറ്റും, നമ്മുടെ ഈ സീസൺ 2ൻ്റെ നമുക്ക് ഈ ഒരു കാൽക്കുലേഷൻ പോയിന്റ്സും അതേപോലെ തന്നെ നിങ്ങൾ മേ ബി ടോക്കൺസ് കാണാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പില്ല, പക്ഷെ എന്തായാലും പോയിന്റ്സ് കാണാൻ പറ്റും. പക്ഷേ ഫസ്റ്റ് കിട്ടിയ ടോക്കൺസ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊണ്ടുവരും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഫാൻറ്റത്തിലേക്കായിരിക്കും കൊണ്ടുവരിക. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളത് ഒരു ടൈനി എമൗണ്ട് ഓഫ് സോൾ നിങ്ങൾ കീപ്പ് ചെയ്യാനാണ്. ഞാൻ ഒരു $2 ഉള്ളിൽ തന്നെ നിങ്ങൾ കീപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റും. അവിടെ നിന്ന് ക്ലെയിം ചെയ്തിട്ട് നിങ്ങൾക്ക് വേറെ എവിടേക്ക് അയക്കുകയോ ഇല്ലെങ്കിൽ അവിടെ നിന്ന് സ്വാപ്പ് ചെയ്യുകയോ എന്ത് കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ എന്തായാലും ഇതിൽ നല്ല രീതിയിൽ തന്നെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവുന്ന പ്രൊജക്റ്റ് ആയ കാരണം നല്ലൊരു പ്രോഫിറ്റ് ഒക്കെ കിട്ടുമെന്ന് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു പ്രോഫിറ്റ് കിട്ടിയിട്ട് അപ്പോൾ നോട്ട് പേൻ്റെ അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ജനുവരി 14 തീയതിയാണ് നമുക്ക് നോട്ട് പേ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് ലൈവ് ട്രേഡിംഗ്, അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്നതാണെങ്കിൽ കാശാക്കാൻ പറ്റുന്ന ദിവസം. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്ന ഒരു പുതിയ പ്രൊജക്റ്റാണ് സിഗ്മ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റാണ്. ഈ പ്രൊജക്റ്റ് വന്നപ്പോൾ തന്നെ എൻ്റെ ടെലിഗ്രാം ചാനലിൽ ഞാൻ മിഡ് നൈറ്റിൽ എന്ത് ഇട്ടിട്ടുണ്ടായിരുന്നു, ഈ പ്രൊജക്റ്റിനെ പറ്റി ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് ടാസ്കുകളൊന്നുമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രൊജക്റ്റൊക്കെ നമ്മൾ തേടി പിടിച്ചിട്ട് നിങ്ങൾക്ക് കൊണ്ട് എത്തിക്കുന്നത്. ഇതിന് മൊത്തം ടോട്ടൽ ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ 4.2 മില്യൺ ആണ് അവരെന്ത് ചെയ്യുന്നത്, ഈ ടോട്ടൽ ഫണ്ടിങ് ഒക്കെ തരുന്നത്. അതേപോലെ തന്നെ കുറേ നല്ല നല്ല കമ്പനികൾ ഇതിന് ബാക്കപ്പ് ചെയ്യുന്നുണ്ട്, ഇവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവരുടെ പ്രൊജക്റ്റാണ്, ഒരുപാട് കമ്പനിയാണ്, ഈവൻ 10 മോർ കമ്പനിയൊക്കെയാണ് നമുക്കിവിടെ ബാക്കപ്പിനുള്ളത്. നിങ്ങൾ മസ്റ്റായിട്ട് ഇതിൽ കയറിയിട്ട് ഒന്നും ചെയ്യാനില്ല. എന്താണ് ഇവിടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടോൺ വാലറ്റ് ഒന്ന് കണക്ട് ചെയ്യുക. നിങ്ങൾ ഇത്രത്തോളം കാലം നിങ്ങൾ എത്രത്തോളം ടോൺ അതിൽ യൂസ് ചെയ്തിട്ടുണ്ട്, എത്രത്തോളം ട്രാൻസാക്ഷൻ അതിൽ ചെയ്തിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇതിൽ നമുക്ക് പോയിന്റ്സ് കിട്ടുന്നത്. ഇത് എന്തായാലും നമുക്ക് കൂടുതൽ ഒരു വല്ലാത്ത കൺവേർഷനൊന്നും ഉണ്ടാവില്ല. ഡയറക്റ്റ് ഇങ്ങനെയുള്ള പോയിന്റ്സ് തന്നെ നമുക്ക് എന്താക്കി മാറ്റുന്നുണ്ടാവും, പോയിന്റ്സ് ആക്കി മാറ്റുന്നുണ്ടാവും. അത്രത്തോളം പോയിന്റ്സ് ഇല്ലെങ്കിൽ ടോക്കൺസ് ആക്കി മാറ്റുന്നുണ്ടാവും. അത്രത്തോളം ടോക്കൺസ് മാത്രമാണ് നമുക്ക് ഇവിടെ കിട്ടുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എന്തുകൊണ്ടും മസ്റ്റായിട്ട് ഈ പ്രൊജക്റ്റിൽ കയറണം എന്ന് ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾ എൻ്റെ ടെലിഗ്രാം ചാനലിലും കയറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള അപ്ഡേറ്റുകളൊക്കെ പെട്ടെന്ന് കിട്ടും. ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത് പറയാനുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഞാൻ തന്നെ ഇങ്ങനെ പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരു പ്രൊജക്റ്റ് വന്നപ്പോൾ വിത്തിൻ ടൈം പീരീഡിൽ നിങ്ങൾ ഇതിൽ കയറി എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റാണ് UXUY എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ്. ഇത് ജാനുവരി 10 തീയതി നമുക്ക് എന്താവും, ഇത് മൈനിങ് സ്റ്റോപ്പ് ആവും. അത് കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ഇതിൻ്റെ എപ്പോഴാണ് ഇതിൻ്റെ എക്സ്ചേഞ്ചും ഇല്ലെങ്കിൽ മേ ബി അവൻ്റെ തന്നെ ആയിരിക്കും നമുക്ക് പൈസ ആക്കാൻ പറ്റുക. ഇതൊരു വാലറ്റാണ്, അതുകൊണ്ട് എന്തായാലും നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് ഒരു 10 മില്യൺ ഫണ്ടിങ് ഒക്കെയാണ് അവർ കൊടുത്തിട്ടുള്ളത്. നമുക്ക് പെട്ടെന്ന് തന്നെ ഞാനൊക്കെ ഒരു നല്ല ലീഡർ ബോർഡിലുണ്ട്, നിങ്ങൾക്കും എത്താൻ പറ്റും. നിങ്ങൾക്കതിൽ ഈ ഓൺ ചെയിൻ ടാസ്കുകളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ പോയിന്റ്സ് കിട്ടാൻ പറ്റും. പെട്ടെന്ന് തന്നെ ഒരു 30,000-20,000 പോയിന്റ്സ് ഉണ്ടെങ്കിൽ തന്നെ, ഇല്ലെങ്കിൽ UP ഡയറക്റ്റ് ആയിട്ട് കൺവേർഷനാണ് ഇവിടെയും പറയുന്നത്. എനിക്കിവിടെ 33,880 ടോക്കൺസ് ഇല്ലെങ്കിൽ UP ടോക്കൺസ് ആണ് ഉള്ളത്. നിങ്ങൾക്ക് എത്രയാണ് ഉള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ താഴെ വന്ന് കമൻറ്റിലിടുക. എൻ്റെ റാങ്ക് എന്ന് പറഞ്ഞാൽ 3217 എത്രയോ മില്യൺ ആൾക്കാരുടെ എൻ്റെ റാങ്ക് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നല്ല പ്രോഫിറ്റ് എനിക്ക് കിട്ടുമായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളും എൻ്റെ ഒപ്പം കയറിയ ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കും തരക്കേടില്ലാത്ത റാങ്കിലായിരിക്കും നിങ്ങൾ ഉണ്ടാവുക. നിങ്ങൾക്കും നല്ല പ്രോഫിറ്റ് കിട്ടട്ടെ. അപ്പോൾ ഇതിൻ്റെ മെയിൻ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജനുവരി 10 തീയതി ആയി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മൈനിങ് സ്റ്റോപ്പ് ആവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ലിസ്റ്റിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും വരിക. അപ്പോൾ എന്തായാലും ഇപ്പോഴും കയറാത്ത ആൾക്കാരാണെങ്കിൽ ഇതിലും കൂടി കയറുക. കുറേ സൗണ്ട് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ ഉണ്ടാവും, എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ ഇന്നത്തെ കാര്യത്തിൽ ഞാൻ കുറച്ച് പ്രൊജക്റ്റുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു. ഇനി സീഡ്സിൻ്റെയും ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം. സീഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് നമുക്കിപ്പോൾ ഒരുപാട് ലാഗ് കുറേ ആൾക്കാർക്ക് തരുന്നുണ്ട്. പക്ഷേ എന്നാലും അവരെന്ത് ചെയ്തിട്ടുണ്ട്, റീസെൻ്റ്ലി ഒരു അനൗൺസ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ജനുവരി 15 തീയതി ഞങ്ങളുടെ മൈനിങ് ഒക്കെ സ്റ്റോപ്പ് ആവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ അതിലുള്ള ടാസ്കുകൾ മസ്റ്റ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. കംപ്ലീറ്റ് ചെയ്ത് വെച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് കിട്ടും എന്നുള്ളൊരു കാര്യമാണ് അവർ പറയുന്നത്. അതേപോലെ തന്നെ പുതിയൊരു ടാസ്ക് വന്നിട്ടുണ്ട്, അത് റെഫറൽ ടാസ്ക്കാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അത് കൂടുതൽ ആൾക്കാർക്കും എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്ക് പോലും മേ ബി എടുക്കാൻ പറ്റില്ല. എന്താണെന്ന് പറഞ്ഞാൽ അത്രത്തോളം ആൾക്കാർ സീറ്റ്സിൽ കയറി കഴിഞ്ഞു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ അവിടെ ഒരു ബോയ് പോലെ വന്നിട്ടുണ്ട്. ആ ബോയിൽ തൊട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വേംസ് ആണ് കിട്ടുക. ഈ വേംസ് നമുക്ക് ബേർഡിന് കൊടുത്തിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം. നമുക്ക് അതിനെ ഇതിലും വിടാം, ഇല്ലെങ്കിൽ നമുക്ക് സെല് ചെയ്യാം. ഈ വേംസ് നമുക്ക് പോയിന്റ്സ് ആക്കാം, സീഡ് പോയിന്റ്സ് ആക്കാം, എല്ലാ രീതിയിലും നമുക്ക് പറ്റും. പക്ഷേ അവരിപ്പോൾ ജാനുവരി എന്ന് പറഞ്ഞിട്ടുണ്ട്. മേ ബി ലിസ്റ്റിംഗ് ഒക്കെ ആവാൻ പോകുന്നത് മേ ബി ഫെബ്രുവരിയൊക്കെ ആയിരിക്കാം, ഇല്ലെങ്കിൽ ജാനുവരി ലാസ്റ്റ് ആയിരിക്കാം. ഇതുവരെയും അവർ എക്സ്ചേഞ്ചിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ എന്തൊക്കെ പറഞ്ഞു, ഡബ്ല്യു കോയിൻ്റെ കാര്യം പറഞ്ഞു, സീഡിൻ്റെ കാര്യം പറഞ്ഞു, നോട്ട് പേൻ്റെ ഡേറ്റ് പറഞ്ഞു, സിഗ്മ എന്ന് പറഞ്ഞിട്ട് ന്യൂ പ്രൊജക്റ്റ് പറഞ്ഞു, UXUY എന്നുള്ള പ്രൊജക്റ്റും പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഇതിൽ കയറിയിട്ട് നല്ല രീതിയിൽ തന്നെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റ് കിട്ടട്ടെ. വെർട്ടെക്സിൻ്റെ കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. പക്ഷേ ഡീറ്റെയിൽ ഒക്കെ ഞാൻ
എന്തായാലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നല്ല പ്രോഫിറ്റ് കിട്ടട്ടെ. അതേപോലെ തന്നെ നമ്മുടെ എപ്പോഴും പറയുന്ന ലൂട്ട്സിലും ആരും കയറാതിരിക്കരുത്. കയറി എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് കിട്ടും. ഇന്നലെ എനിക്ക് നല്ല രീതിയിൽ തന്നെ പ്രോഫിറ്റ് കിട്ടി. എന്താന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ആരോ ഒരാൾ എന്ത് ചെയ്തു, എൻ്റെ ലിങ്ക് എടുത്ത് കയറി അങ്ങനെ കുറേ പേർക്ക് ഷെയർ ചെയ്തിട്ടുണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള ഇതാണ് എനിക്ക് ഏക ഒരു വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെയുള്ള ഒരു ഏണിങ്സ് ഒക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കയറുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കും ഇങ്ങനെയുള്ള റെഫർ ലിങ്ക് ഉണ്ടാക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ മസ്റ്റായിട്ട് ടെലിഗ്രാം ചാനലിൽ കയറുക, ഇങ്ങനെയുള്ള പൈസയൊക്കെ കുറേ പേര് ഉണ്ടാക്കുക. നമ്മുടെ ഈ 2025 എല്ലാവർക്കും കുറേ പൈസ കിട്ടട്ടെ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.